ഈ പ്രാവശ്യത്തെ നമ്മുടെ യൂട്യൂബ് വീഡിയോയിൽ ഞാൻ അവതരിപ്പിക്കുന്ന ഒരു കുടുംബക്ഷേത്ര ചരിത്രം നിങ്ങൾക്കിഷ്ടമാകുമെന്ന് കരുതുന്നു. പ്രസ്തുത ക്ഷേത്രം താഴേച്ചെള്ളേരിയിലെ ചെരിശിയിൽ പറമ്പിലെ നടുത്തുടി ഭഗവതി ക്ഷേത്രമാണ്. ഈ ഒരു ക്ഷേത്ര സംവിധാനം ഒരുപാട് വർഷം പഴക്കമുള്ള ഒന്ന് തന്നെയാണ്. ഈ ക്ഷേത്രം ആരുടെ അല്ലെങ്കിൽ ആ ഒരു നടുത്തുടി കുടുംബത്തിലെ ഏത് കാരണവരുടെ കാലഘട്ടത്തിൽ നിർമ്മിച്ചു എന്നുള്ളത് തീർത്തും അജ്ഞാതമായിട്ടുള്ള ഒരു വസ്തുത തന്നെയാണ്. ഏകദേശം 5 സെന്റോളം സ്ഥലമാണ് ഈ ഒരു ക്ഷേത്രത്തിന് മുൻകാലത്തുണ്ടായിരുന്നത്. ആ ക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ശ്രീ ഉണ്ണികൃഷ്ണൻ നടുത്തുടി എന്നിവർ ക്ഷേത്രത്തിന്റെ സമഗ്ര പുരോഗതിക്ക് വേണ്ടി 2 സെന്റോളം സ്ഥലം പിന്നെയും വിട്ടുകൊടുത്തു. അങ്ങനെ ഒരു 7 സെന്റോളം വരുന്ന ഒരു ക്ഷേത്ര സംവിധാനം ഇന്ന് ഈ കാണുന്ന രീതിയിൽ അവിടെ നിർമ്മിച്ചെടുക്കാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യമായിട്ടുള്ളത്. കാരണം ഒട്ടനവധി കുടുംബക്ഷേത്രങ്ങൾ നമ്മുടെ കേരളത്തിനകത്ത് തകർന്നു കിടക്കുന്നതാണ്. ചില കുടുംബക്ഷേത്രങ്ങൾ നല്ലപോലെ പ്രവർത്തിക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ക്ഷേത്ര സംവിധാനം ഉണ്ടാക്കി അതിനെ നിലനിർത്തി അതിനെ എല്ലാ തരത്തിലും മുന്നോട്ട് നിന്ന് നയിക്കപ്പെടുന്ന ഒരവസ്ഥ അതൊരു ക്ഷേത്രത്തിന് ഉണ്ടാവുക എന്ന് പറയുന്നത് അതൊരുപാട് ഭാഗ്യം തന്നെയാണ്. ഇപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ നടുത്തുടി കുടുംബാംഗങ്ങൾ നല്ലൊരു ശതമാനം ആളുകളും ഇതിന്റെ സമഗ്ര പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ തന്നെയാണ്. അതിൽ തന്നെ ശ്രീ മനോജ് നടുത്തുടി എന്നിവരുടെ പ്രവർത്തനങ്ങൾ പ്രശംസിക്കാതെ വയ്യ. അദ്ദേഹം ഇതിന്റെ സമഗ്ര പുരോഗതിക്ക് വേണ്ടി ഒരുപാട് പ്രവർത്തിച്ച വ്യക്തിയാണ്. അതെനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഇന്നീ കാണുന്ന രീതിയിൽ നിലത്ത് കട്ടയൊക്കെ വിരിച്ചിട്ടുണ്ട്. അതുപോലെ നല്ല രീതിയിൽ പെയിന്റ് ചെയ്ത് നല്ലൊരു സ്റ്റോർ റൂമും അവിടെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഒരു വാഹനങ്ങൾ എല്ലാം നമ്മുടെ ഈ ഒരു ക്ഷേത്ര സംവിധാനത്തിലേക്ക് ഇറങ്ങാൻ പാകത്തിനുള്ള ഗേറ്റ് കാര്യങ്ങളെല്ലാം അവിടെ സജ്ജീകരിച്ചിട്ടുമുണ്ട്. തങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ തന്നെ നടുത്തുടി കുടുംബാംഗങ്ങൾ ഈ ഒരു ക്ഷേത്ര സംവിധാനത്തിനെ നല്ലപോലെ നോക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ ഒരു ക്ഷേത്ര സംവിധാനത്തിൽ ഭഗവതി, കൊടുങ്ങല്ലൂർ സ്വരൂപത്തോടു കൂടിയ ഭഗവതി, മലങ്കാരി, അതുപോലെ കാലഭൈരവൻ, അതുപോലെ ശ്രീമുത്തപ്പൻ എന്നിവരുടെയൊക്കെ പ്രതിഷ്ഠകളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഗുളിക ഭഗവാന്റെയും ഗുരുമുത്തപ്പന്റെയും തറ പ്രസ്തുത ക്ഷേത്രത്തിന് താഴെ ഭാഗത്തായി നമുക്ക് കാണാനും പറ്റും. എല്ലാ ദിവസവും വിളക്ക് കത്തിക്കുന്ന ഒരു അവസ്ഥ ഇവിടെയുണ്ട്. അതിനൊന്നും ഒരു മുടക്കവും ഈ കാലത്തിനിടയ്ക്ക് വന്നിട്ടില്ല. അതുപോലെ തന്നെ രാവിലെ വിളക്ക് കത്തിക്കുന്നതും വൈകുന്നേരം കത്തിക്കുന്നതും അങ്ങനെ 2 പോർഷനായിട്ട് തന്നെ വിളക്ക് കത്തിക്കുന്ന ഒരു അവസ്ഥ ഇവിടെയുണ്ട്. അപ്പോൾ വൃശ്ചിക മാസത്തിലും കർക്കിടക മാസത്തിലും കർശനമായും രാവിലെ വിളക്ക് കത്തിക്കുന്ന ഒരു അവസ്ഥയും ഉണ്ടെന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ ദിവസം തോറും വൈകുന്നേരമാണ് ഇവിടെ വിളക്ക് കത്തിക്കുന്നത്. എന്നാലും അതൊരു നല്ല രീതിയിൽ ഇതിനെ മുന്നോട്ട് നയിച്ച് ഇതിന്റെ തറവാട്ടംഗങ്ങൾ കൊണ്ടുപോകുന്നു എന്നുള്ളത് സത്യത്തിൽ സന്തോഷം പടർന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ ഒരു ക്ഷേത്ര ഉത്സവ സമയത്താണ് ഞാനിവിടെ എത്തുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 64 കളത്തോട് കൂടിയിട്ടുള്ള വടക്കേ ഭാഗം കോഴിവെട്ട് ചടങ്ങാണ്. മിക്ക ഉത്സവ ചടങ്ങുകളും ഈ അമ്പലവുമായി ബന്ധപ്പെട്ട് മാർച്ച് മാസത്തിലാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഉത്സവത്തിന്റെ 7 ദിവസം മുൻപേ തന്നെ ഗുളികന് കോഴിവെട്ട് നടത്തുന്നു ഇവിടെ. ഉത്തമ പൂജയോടെ തുടങ്ങുന്ന അതുപോലെയുള്ള ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഷ്ഠാദിന ചടങ്ങുകളൊക്കെ ഉത്തമ പൂജയോടുകൂടി കൊടുങ്ങല്ലൂർ അമ്മയ്ക്ക് നടത്തപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ അത് വളരെ ബ്രീഫായിട്ട് എല്ലാവർക്കും കാണാൻ പറ്റാവുന്ന രീതിയിൽ തന്നെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് പറയേണ്ട ഒരു കാര്യം, എല്ലാ മാസവും ആദ്യത്തെ ആഴ്ചയിൽ തന്നെ നടത്തുന്ന മാസപൂജ ഇവിടെ ഉള്ളതിനാൽ അത് തറവാട്ടിലെ എല്ലാ അംഗങ്ങളും അതുപോലെ പുറത്തുള്ള ആളുകളും ഒക്കെ ബുക്ക് ചെയ്ത് ഈ ഒരു പ്രസ്തുത പരിപാടി ഇവിടെ നടത്തുന്നുണ്ട്. മാസപൂജ ആണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്.
അതുപോലെ തന്നെ ഈ ഒരു ക്ഷേത്രത്തിന്റെ പുരാതന ചരിത്രം പരിശോധിക്കുമ്പോൾ പടിക്കോട്ടുംപടി അല്ലെങ്കിൽ ഇന്ന് പടിക്കൽ എന്നറിയപ്പെടുന്ന ഒരു ദേശത്തിലിരുന്ന് ആ ഒരു ദേശത്തിന്റെ നടുത്തൊടി എന്ന് പറയുന്ന ഒരു തറവാട് പണ്ടുകാലത്ത് നിലനിന്നിരുന്ന ഒരു സ്ഥലം. അവിടെ തന്നെയാണ് ശരിക്കും ഈ ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനം എന്നാണ് അന്വേഷിച്ചറിയാൻ പറ്റിയിട്ടുള്ളത്. അവിടെ പടിക്കോട്ടുംപടി അല്ലെങ്കിൽ പടിക്കൽ എന്ന് പറയുന്ന ആ സ്ഥലത്തുള്ള മൂലസ്ഥാനത്ത് നിന്ന് താഴെച്ചെല്ലാരിയിലെ ചെരിച്ചിയിൽ പറമ്പ് ഇന്നീ കാണുന്ന നമ്മുടെ ക്ഷേത്ര സംവിധാനം നിലനിൽക്കുന്ന ഭാഗത്തേക്ക് കാലാന്തരത്തിൽ ക്ഷേത്ര ചൈതന്യങ്ങളെ ആവാഹിച്ചു വെച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ആട്, പശു അങ്ങനെയുള്ള ജീവികളൊക്കെ പ്രസവിച്ച് കുട്ടിക്കും അമ്മയ്ക്കും സുഖമായിരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഈ ഒരു ക്ഷേത്ര സംവിധാനത്തിൽ കാലഭൈരവന് വിളക്ക് കത്തിക്കുന്ന ഒരു ഏർപ്പാട് പണ്ട് മുതലേ ഉണ്ട്. അത് ഈ നാട്ടിലെ നമ്മുടെ താഴെച്ചെല്ലാരി ചെരിച്ചിൽ ഭാഗത്തുള്ള ഒരുപാട് തറവാട്ടങ്ങൾ ചെയ്തു വന്നിരുന്നൊരു വഴിപാടും കൂടിയാണ് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് എണ്ണ അതുപോലെ തിരി അതെല്ലാം ആ സമയത്ത് സമർപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ക്ഷേത്രം ഇത്ര മനോഹരമായി നമുക്ക് കാണാനും അതുപോലെ തന്നെ ഒരു വർഷവും മുടങ്ങാതെ ഇതിൻ്റെ ചടങ്ങുകൾ വളരെ ലഘുവായിട്ടാണെങ്കിലും അല്ലെങ്കിൽ തങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലാണെങ്കിലും നടുത്തൊടി കുടുംബാംഗങ്ങൾ നിർവഹിച്ചു പോരുന്നുണ്ട് എന്നുള്ളതും ഏറ്റവും വലിയ ഒരു കാര്യമാണ്. നടുത്തൊടി ഭഗവതി ക്ഷേത്രത്തിലെ കോഴിവെട്ട് കർമ്മവുമായി ബന്ധപ്പെട്ട ഒരു സമയത്ത് അവിടെ എനിക്ക് എത്താനും ആ ഒരു രംഗം തന്നെ നമുക്ക് കാഴ്ചക്കാർക്ക് വേണ്ടി റെക്കോർഡ് ചെയ്തെടുക്കാനും പറ്റി. മാക്സിമം കഴിയുന്ന ഭാഗങ്ങളൊക്കെ ആ ഒരു ചടങ്ങിൻ്റെ കോഴിവെട്ട ചടങ്ങിൻ്റെ ഭംഗി ചോരാതെ റെക്കോർഡ് ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നടുത്തൊടി തറവാടിൻ്റെ ചരിത്രം വിശദമാക്കിക്കൊണ്ടുള്ള ആദ്യത്തെ ഒരു ദൈർഘ്യമേറിയ വീഡിയോ ആണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇതെല്ലാവരും ആസ്വദിക്കുമെന്ന് കരുതുന്നു. അതുപോലെ കേരളത്തിലെ ഒരുപാട് ക്ഷേത്രങ്ങളെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോകളുടെ കൂട്ടത്തിൽ ഇതിനും ഒരുപാട് കാഴ്ചക്കാർ ഉണ്ടാകുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. പ്രസ്തുത കോഴിവെട്ട് ചടങ്ങിലെ വിശദഭാഗങ്ങൾ നിങ്ങൾ കണ്ട് മനസ്സിലാക്കുമല്ലോ. काली गंगाधारिणी और समुद्रिणी सप्री स्थूल चक्री माहेश्वरी घटवाधारिणी चन्नी भीषणी महिषांतकी दक्षिणी रमणी रत्नी रदिनी शोषिणी रति मस्मिनी गंधिनी दुर्गी गांधर्व अलग प्रिय विकाराളി महाकाളി ഭദ്രകാളി തരംഗിണി ആരുടെ ദക്ഷിണേകൃഷ്ണവേദിനി ചേതനീ അഗ്രണി കാമണി നിദ്രേണി പാനി ശീഘ്രകാമിനി കണ്ഠമേകേ മഹാനാദേ ഭദ്രവത പ്രജാപതി കരാളി വൈരവി രൗദ്ര ശാസവാനി കാമദേ രക്തജാസുരിയ കോരുപടി തിരുവേ മഹാരൂപേ സ്വരൂപേ സുരശ്രീയേ അജേ വിജയ ശൈലി അജിതേ അപരാജിതേ ധരണി ധാരണി ധാത്രി പാവനാസ സുന്ദരി സുവർണനി രടാക്ഷി കവതി സിംഹവാസിനി കദ്രൂപിനി ദശാവിത്രി സത്യവാദിത്യം നിരന്തരി
അതാണ് ഞാൻ ഇവിടെ ഉത്തരവേണ്ടിയിരുന്നത്. അത് കച്ചേരിച്ച് നിറവേറ്റിക്കൊണ്ടുവരാൻ ഇവിടെ നിന്നും അടുത്ത വർഷത്തേക്ക് ഇതൊരു മംഗല്യമായിക്കൊണ്ട് കയ്യേറ്റു വാങ്ങാനുള്ള മാർഗം. നാട്ടിൽ അനേകം പേരുകളുണ്ട്. ഏതാണ്ട് പേരുകളെല്ലാം ഇവിടെ അണയപ്പെട്ടിട്ടുണ്ട്. ഇനിയും പലരും ചിലരും ഇവിടെ അണയപ്പെടേണ്ടതുണ്ട്. അവരെല്ലാം അണയിച്ച് കൊണ്ടുവരാൻ ഇവിടെ നിന്നും പ്രകാരം പ്രത്യേകം ശ്രദ്ധ ചെയ്തിട്ട് ഏതൊരു കാര്യങ്ങൾക്ക് ഇറങ്ങുകയാണെങ്കിൽ ശരി ഏവരും ഒന്നായിക്കൊണ്ട് തോളോട് തോളത്ത് അഭിപ്രായ വ്യത്യാസങ്ങളെ ഇല്ലാതെ കണ്ട് ഈ സാന്നിധ്യത്തിലൂടെ അത് പ്രകാരം തന്നെ നിറവേറ്റാനും ചിത്രീകരിക്കാനും ഒരു ഫലത്തോടുകൂടി എന്റെ വൈദികന്റെ കലശത്തോടുകൂടി കാര്യങ്ങളെ ഈ സാന്നിധ്യത്തിലൂടെ നിറവേറ്റണം. എന്റെ പേരുകളായിക്കൊണ്ട് ഒന്ന് ഇറങ്ങിത്തിരിച്ചാൽ സാധിക്കുന്ന കാര്യങ്ങളെ ഇവിടെ ഉള്ളൂ. എന്നാൽ പലർക്കും ഒരു പിന്നോക്കാവസ്ഥ പേരുകളായിക്കൊണ്ട് ഒന്ന് മനസ്സ് വെച്ച് ഏവരും കൂടിയാടി ഇറങ്ങിത്തിരിച്ചാൽ അത് തീർച്ചയായിട്ടും നിറവേറ്റിക്കൊണ്ടുവരാൻ ഇവിടെ നിന്നും അമ്മ പ്രേരണമാരായിരിക്കുന്ന പേരുകൾ എന്റെ അനന്തരങ്ങൾക്കും എന്റെ പിള്ളമാർക്കും സന്താനങ്ങൾക്കും വേണ്ടുന്ന നിർദ്ദേശങ്ങളെ കൊടുത്ത് ആയതിലേക്ക് ഇറക്കം കൊള്ളുന്ന പ്രകാരം തന്നെ ചില പേരുകൾക്ക് ചില മനസ്താപങ്ങൾ ഇവിടെ കാണപ്പെടുന്നുണ്ട്. അത് ഏത് പ്രകാരമായാലും ശരി തന്റെ പേരുകളായിക്കൊണ്ട് തന്നെ ആയതിലൊരു മാർഗം പ്രകാരം തന്നെ നിറവേറ്റിക്കൊണ്ട് എപ്പോൾ ചെയ്തു വരുന്നതായ മാസതൽപൂജകൾ കൂട്ടപ്രാർത്ഥനകൾ എല്ലാം മുറവെച്ചാതെ കണ്ട് ഈ സ്ഥാനീകരത്തിന്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. മുന്നിട്ടിറങ്ങി പ്രവർത്തിക്കാൻ പേരുകൾ ഇല്ലാത്തൊരവസ്ഥയാണ് ഇവിടെ. അത് പ്രത്യേകം ഒന്ന് സഹകരിച്ചിക്കൊണ്ട് അനന്തരങ്ങൾ മുന്നിട്ടിറങ്ങി കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിയിരിക്കാണ്. കാരണം തന്നെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി ഇവിടെ നിന്നും പൂജകളും കാര്യങ്ങളും ഇവിടെ ചെയ്യുന്നുണ്ട്. എന്നാൽ എല്ലാം പേരിന് മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ. മാത്രം പോരാ, പേരുകളുടെ പങ്കാളിത്തം സാന്നിധ്യമുണ്ട് വേണമെന്ന ഇവിടെ കാണുന്നില്ല. മാസപരിശുദ്ധങ്ങളും കാര്യങ്ങളും സ്ഥാനീകരത്തോടു കൂടി ഇവിടെ ചെയ്യുന്നുണ്ട്. എന്നാൽ മാസത്തിൽ ഒരു ദിവസമെങ്കിലും ഈ തറവാട്ടിൽപ്പെട്ടിരിക്കുന്ന പേരുകൾ എല്ലാം മാറ്റിവെച്ച് കുറച്ച് സമയം വീട്ടിലെങ്കിൽ എന്റെ അനന്തരങ്ങളുടെ തൃക്കൈ കൊണ്ട് ഏത് പ്രകാരമായാലും ശരി ഭക്തി പുരസ്സരം ചെയ്താൽ അതിവിടെ ഞങ്ങൾക്ക് പ്രീതിയാണല്ലോ. അത് ഇപ്പോൾ അത് പ്രകാരം തന്നെ ചെയ്താൽ മതി. എല്ലാ സംശയം ഇപ്പോൾ അതിവിടെ പ്രകാരം തന്നെ ആയതിലേക്ക് ഏവരും ഒന്നുകൂടി ഇറങ്ങിത്തിരിച്ച് ഏവരും ഒന്നായിക്കൊണ്ട് കൂട്ടപ്രാർത്ഥന ഒന്നുകൂടി ശക്തി കൂട്ടിക്കൊണ്ട് പിള്ളമാരും സന്താനങ്ങളും അനേകം ഈ തറവാട്ടിലുണ്ടെങ്കിലും ശരി കുറച്ചു സമയം അമ്മയ്ക്ക് വേണ്ടി ചെലവഴിക്കാൻ സമയമില്ലാത്ത അവസ്ഥയാണ് പലർക്കും ഇവിടെ കാണുന്നത്. ഉണ്ടാവുന്നതെന്ന മാസത്തിൽ ഒരു ദിവസമെങ്കിലും കുറച്ചു സമയം എല്ലാം മാറ്റിവെച്ച് എന്റെ കൂട്ടപ്രാർത്ഥനയിലും സൽപൂജകളിലും പങ്കാളികളായിക്കൊണ്ട് പ്രത്യേകം നിറവേറ്റിക്കൊണ്ടുവരാൻ ഇവിടെ നിന്നും അടുത്ത വർഷത്തേക്ക് ഇതൊരു മംഗല്യമാക്കിക്കൊണ്ട് ഇവിടെ പൂർത്തീകരിക്കണം. ഇറങ്ങിത്തിരിക്കുന്നുണ്ട്. ആയിരം മാസങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി തന്നെ ഇറങ്ങിത്തന്നോളന്ന വിളിച്ചതിന് ഇറങ്ങി തന്നിട്ടുണ്ട്. ആയത് പ്രകാരത്തിൽ തന്നെ ഇവിടെ ഇറങ്ങിത്തിരിക്കാനും എന്ത് വിഷമതകളാണെങ്കിലും ശരി തട്ടിവെക്കാനും വേണ്ടി ഉണ്ടായിട്ട് എന്റെ കീഴ്വഴക്കങ്ങളും ആചാരങ്ങളും തെറ്റിക്കാതെ കണ്ട് എന്റെ അനന്തരങ്ങളും സന്താനങ്ങളും ഇവിടെ നിറവേറ്റി വിടുന്നുണ്ട്. അത് പ്രകാരത്തിൽ തന്നെ കൂട്ടിയേക്ക് നിറവേറ്റാൻ വേണ്ടി ധാരണകളും ചില എതിർപ്പുകളും കണ്ടുകൊണ്ടിരിക്കുന്ന ഏത് പ്രകാരമായാലും ശരി തട്ടിയെകെട്ടി നിറവേറ്റിക്കൊണ്ടുവരാൻ ഇവിടെ നിന്നും ഞങ്ങൾ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. എവിടെയാണെങ്കിലും ഒരു ചെറിയ ഒരു 3 മാസം വിടാതെ കണ്ട് ചെയ്ത് ഒന്ന് പ്രാർത്ഥിക്കണം. എവിടെയാണെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കാം. പ്രകാരം ചെയ്താൽ മതി. എന്ത് വിഷമതകളും ആണെങ്കിൽ ശരി തട്ടിയെടുക്കാൻ വേണ്ടി കൂടെ ഇറങ്ങിക്കൊള്ളാം. പഠിക്കൽ എന്ന
പ്രദേശത്തു നിന്നും ശ്രീ നടുത്തൊടി ഉണ്ണികൃഷ്ണൻ എന്നിവരുടെ തറവാട് ഭൂമിയിലേക്ക് വന്ന ദേവതാ സങ്കല്പങ്ങൾ ഇന്നും വളരെ പ്രൗഢിയോടുകൂടി സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളെല്ലാവരും കണ്ടത്. മറ്റെല്ലാ തറവാട്ടുകാർക്കും ഇതൊരു മാതൃകയാക്കേണ്ട കാര്യമാണെന്നും ഇതോടുകൂടി ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ഈ ഒരു തറവാടിൻ്റെ ശ്രേയസ്സും ഐശ്വര്യവും നാൾക്കുനാൾ വർദ്ധിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.